നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ 1-2 റൂമുകൾ മതി. 5-10 പേർ ഒന്നിച്ചാണ് താമസിച്ചിരുന്നത്. ഇന്നാണെങ്കിൽ 5-6 റൂമുകളുള്ള വീടുകളിൽ താമസിക്കാൻ 2-3 പേർ മാത്രം. അന്നൊക്കെ പരസ്പരം സംസാരവും പങ്കുവയ്ക്കലും ഒക്കെ ഉള്ള ഇടമായിരുന്നു വീട്. ഇന്നാണെങ്കിൽ ഏറ്റവും കുറച്ച് സംസാരിക്കുന്നത് അച്ഛനും അമ്മയും മക്കളും ഒക്കെ തമ്മിലാണ്. എല്ലാവരും മൊബൈൽ യുഗത്തിലാണ്. അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സ്വകാര്യതയോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് പരസ്യമായി ചെയ്യുകയാണ്. അപ്രകാരം ലൈവായി ചിത്രീകരിച്ച യൂട്യൂബ് ഡെലിവറികളുടെ നാൾ വഴികളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കഴിഞ്ഞ ആഴ്ചകളിലായി ഏതാണ്ട് 3 പ്രസവ വീഡിയോകൾ യൂട്യൂബിൽ റിലീസ് ചെയ്യുകയുണ്ടായി. അതിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായി ഓടിയ പ്രസവം നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ഓസി എന്ന് വിളിക്കുന്ന ദിയ കൃഷ്ണയുടേതാണ്. അതിന്റെ പ്രേക്ഷകർ ഏതാണ്ട് 1 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിയ ഒരു ആൺകുട്ടിക്കാണ് ജന്മം നൽകിയത്. പിറന്നു വീണപ്പോൾ തന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ യൂട്യൂബിലൂടെ ആ കുട്ടി ലക്ഷാധിപതിയായി മാറി. ഇപ്പോഴുള്ള തലമുറയിലെ പെൺകുട്ടികൾ പറയുന്നത് കല്യാണം വേണ്ട, ലിവിംഗ് ടുഗദർ മതി, കുട്ടികൾ വേണ്ട, പ്രസവിക്കാൻ വയ്യ എന്നൊക്കെയാണ്. എന്നാൽ അതിനൊക്കെ ഒരു അപവാദമായി ദിയ കൃഷ്ണ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ചു. ഭർത്താവുമൊത്ത് സന്തോഷപ്രദമായ ഒരു ജീവിതം നയിച്ച് നോർമൽ ഡെലിവറിയിലൂടെ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി മാതൃകാ ജീവിതം കാഴ്ചവെച്ചിരിക്കുകയാണ്. കൃഷ്ണകുമാറും കുടുംബവും യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവർ മറ്റാരുടെയും കണ്ടന്റുകൾ എടുക്കാറില്ല. അവരുടെ വീടും ജീവിതവും ഒക്കെയായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ് ചെയ്യാറുള്ളത്. അതിനൊക്കെ അവർക്ക് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുമുണ്ട്. ഈ പ്രസവവും ഓസിയുടെ ഒരു കണ്ടന്റാണ്. കാലം മാറുന്നതനുസരിച്ച് ലോകവും മാറിക്കൊണ്ടിരിക്കും. ആ മാറ്റത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നാം നിർബന്ധിതരാകുകയും ചെയ്യും. മാറ്റത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടാകുക സ്വാഭാവികം. എതിർത്താലും അനുകൂലിച്ചാലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത് എന്റെ വീട്ടിൽ തന്നെയായിരുന്നു. എന്റെ പിതാവും പിതാവിന്റെ സഹോദരനും വിവാഹം കഴിച്ചിരുന്നത് ജ്യേഷ്ഠത്തി അനുജത്തിമാരെയായിരുന്നു. ഞങ്ങൾ 7 പേരാണ് മക്കൾ. ഇളയമ്മയ്ക്ക് 10 മക്കൾ. അങ്ങനെ 17 മക്കളും പേരൻസും ഒരു വീട്ടിലായിരുന്നു താമസം. അതിൽ 10 പെൺകുട്ടികളും 7 ആൺകുട്ടികളും. അങ്ങനെ 10 സഹോദരിമാരുടെ ആങ്ങളമാരിൽ ഒരാളാണ് ഞാൻ. എന്റെ പിതാവിന്റെ ഏക സഹോദരിക്ക് 12 മക്കൾ, 6 ആണും 6 പെണ്ണും. ഈ 29 കുട്ടികളെയും പ്രസവിച്ചത് വീടുകളിൽ തന്നെയായിരുന്നു. എല്ലാ പേരും നോവറിഞ്ഞ് പ്രസവിച്ച സുഖപ്രസവം. ഞാൻ പറയുന്ന കാലഘട്ടം കാളവണ്ടിയുടെയും മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്ന റിക്ഷയുടെയും കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനിച്ച ഞങ്ങൾ എല്ലാവരും പൂർണ്ണ ആരോഗ്യമുള്ളവരുമായിരുന്നു. അന്നൊക്കെ പ്രസവ വേദന തുടങ്ങുമ്പോഴാണ് പ്രസവമെടുക്കുന്ന വൈറ്റാറ്റിയുടെ വീട്ടിലേക്ക് ഓടുന്നത്. പ്രസവം കഴിഞ്ഞാൽ 40 ദിവസത്തെ പ്രസവാനന്തര ശുശ്രൂഷകൾ. ഇന്നത്തെ പോലെ യാതൊരുവിധ ഇംഗ്ലീഷ് മരുന്നുകളുമില്ല. ലേഹ്യവും കഷായവും മുട്ടയും പാലും സൂപ്പും എണ്ണ തേച്ച് വേത് വെള്ളത്തിലുള്ള കുളിയുമൊക്കെ നിർബന്ധമായിരുന്നു. കുഞ്ഞിനാണെങ്കിൽ വെന്ത വെളിച്ചെണ്ണ തേപ്പിച്ചുള്ള കുളിയും. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇവിടെ വിവരിച്ചത് കാലഘട്ടത്തിന്റെ മാറ്റത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇന്നത്തെ കാലത്ത് വീട്ടിൽ പ്രസവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇവിടെ ദിയ കൃഷ്ണയ്ക്ക് പ്രസവ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലുള്ള അത്യാധുനിക സൗകര്യമുള്ള സ്യൂട്ട് റൂമിലായിരുന്നു. പ്രസവ സമയത്ത് ഡോക്ടർമാരും നേഴ്സുമാരും കൂടാതെ മാതാപിതാക്കളും സഹോദരിമാരും ആശ്വാസം പകരാനും പ്രോത്സാഹനം കൊടുക്കുവാനും ഒപ്പമുണ്ടായിരുന്നു. ആ പ്രസവത്തിൽ കുടുംബക്കാരോടൊപ്പം പങ്കുചേരുവാനുള്ള സുവർണാവസരം തന്റെ യൂട്യൂബ് പ്രേക്ഷകർക്കും ഒരുക്കുകയുണ്ടായി. സെലിബ്രിറ്റികളായ ശ്വേത മേനോനും പേളി മാണിയുമൊക്കെ പ്രസവരംഗം ചിത്രീകരിച്ച് ശ്രദ്ധ നേടിയെങ്കിലും അതിൽ ശ്വേത മേനോന്റെ പ്രസവം ബ്ലസ്സി സംവിധാനം ചെയ്ത കളിമൺ എന്ന ചിത്രത്തിന് വേണ്ടിയായിരുന്നു. അതായത് സിനിമയ്ക്ക് വേണ്ടി മാത്രം. എന്നാൽ ഒരു മലയാളി സെലിബ്രിറ്റിയുടെ പ്രസവം യൂട്യൂബിൽ ആദ്യമായി വന്നത് പേളി മാണിയുടേതായിരുന്നു. ആ പ്രസവത്തിന്റെ ചിത്രീകരണ വേളയിൽ ആൾക്കൂട്ടമോ ആർഭാടമോ ആർപ്പുവിളികളോ ആഘോഷമോ ഒന്നുമില്ലായിരുന്നു. ശ്വേത മേനോനും പേളി മാണിക്കുമെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വിമർശനങ്ങളും ഒപ്പം അനുമോദനങ്ങളും കലർന്ന പ്രതികരണമാണ് ഉണ്ടായത്. എന്നാൽ ദിയയുടെ പ്രസവം ഇവരെക്കാളൊക്കെ കൂടുതൽ ശ്രദ്ധ നേടുവാനുള്ള കാരണം സെലിബ്രിറ്റി കുടുംബം മുഴുവനും ഒപ്പമുള്ളത് കൊണ്ടായിരിക്കാം. 2009 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ചിത്രമായ 3 ഇഡിയറ്റ്സ് എന്ന അമീർ ഖാൻ ചിത്രത്തിൽ ഒരു പ്രസവരംഗമുണ്ട്. ഒരു സ്ത്രീയുടെ പ്രസവം കുറച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ചേർന്നെടുക്കുന്നു. ആ സിനിമയിലെ ആ പ്രസവരംഗം ശ്വാസമടക്കി പിടിച്ചേ
നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അന്നത്തെ കാലത്ത് 400 കോടിയാണ് ആ ചിത്രത്തിലൂടെ നിർമ്മാതാവിന് ലഭിച്ചത്. തങ്ങളുടെ പ്രൊഫസറുടെ മകൾ പ്രസവ വേദന കൊണ്ട് പൊളയുമ്പോൾ ഇടിയും മഴയും കാറ്റുമൊക്കെയുള്ള ഭീകരമായ അന്തരീക്ഷത്തിലൂടെ അമീർ ഖാനും കൂട്ടരും അവരെ എടുത്തുകൊണ്ടുപോകുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർ തന്നെ അതിന് സൗകര്യമൊരുക്കുന്നു. അമീർ ഖാൻ ഡോക്ടറായ കരീന കപൂറിനെ വീഡിയോ കോൺഫറൻസിലൂടെ ബന്ധപ്പെടുന്നു. കരീന കപൂറിന്റെ നിർദ്ദേശപ്രകാരം ആ ആൺകുട്ടികൾ പ്രസവമെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ കുട്ടിയുടെ തല ബ്ലോക്ക് ആവുന്നു. അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ അപകടത്തിൽ. ഡോക്ടറായ കരീന കപൂർ പറയുന്നു, ഇനി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കുട്ടിയുടെ തല സക്കർ മെഷീൻ വെച്ച് വലിച്ചെടുക്കുക എന്നത് മാത്രം. ആ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്ന വാക്വം മെഷീൻ എടുത്ത് സക്കറായി പരുവപ്പെടുത്തുന്നു. അപ്പോഴേക്കും കറണ്ട് പോകുന്നു. എന്നാൽ കാറിന്റെ ബാറ്ററിയുടെ സഹായത്താൽ ലൈറ്റും ഓണാക്കി വാക്വം ക്ലീനറും പ്രവർത്തിപ്പിക്കുന്നു. അതുപയോഗിച്ച് കുട്ടിയെ വെളിയിലേക്ക് എടുക്കുന്നു. ഈ രംഗം തീരുന്നത് വരെ ശ്വാസം അടക്കി പിടിച്ചാണ് കാണികൾ ഇരുന്നത്. ഈ ചിത്രം ലോകമെമ്പാടും പ്രദർശിപ്പിക്കുകയും പിന്നീട് തമിഴിൽ വിജയ് നായകനായി നൻപൻ എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയും വിജയം കൈവരിക്കുകയും ചെയ്തു. ഒരമ്മ അനുഭവിക്കുന്ന കഠിനമായ പ്രസവ വേദനയും പ്രാണൻ പോകുന്ന രീതിയിലുള്ള അവരുടെ നിലവിളിയും ഒക്കെ കാണുന്നത് ഹൃദയഭേദകമാണ്. വിജയം വരിച്ച ആ ചിത്രത്തിലെ സക്സസ്ഫുൾ ഫോർമുലയാണ് ഇവിടെ ദിയയുടെ കാര്യത്തിലും പ്രയോഗിച്ചിരിക്കുന്നത്. ആ ചിത്രത്തിലെ പോലെ തന്നെ അപ്പർ ബോഡി മാത്രമാണ് ലൈവായി കാണിച്ചിട്ടുള്ളത്. ആ ചിത്രത്തിലും കൂടെ നിൽക്കുന്ന കൂട്ടുകാരെല്ലാം ചേർന്ന് പുഷ് പുഷ് പുഷ്കരോ എന്ന് ഉറക്കെ പറയുന്നുണ്ട്. ഇവിടെ ദിയയുടെ കാര്യത്തിലും എല്ലാവരും ചേർന്ന് മുക്ക് മുക്ക് എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. സിനിമയിൽ പ്രസവം കഴിഞ്ഞ ഉടൻ കൂട്ടക്കയ്യടി. ഇവിടെയും ദിയയുടെ പ്രസവം കഴിഞ്ഞ ഉടൻ കയ്യടിയും ആർപ്പുവിളിയും ഉയർന്നിരുന്നു. 2 പ്രസവവും ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ്, പണത്തിന്റെ ചാകര. എന്നാൽ ഇതേ ആഴ്ചയിൽ തന്നെ വേറെ 2 ഡെലിവറികൾ കൂടി യൂട്യൂബിൽ ലൈവായി സംപ്രേഷണം ചെയ്തിരുന്നു. അത് രണ്ടും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു. കാരണം അവർ യൂട്യൂബിന്റെ നിയമങ്ങൾ വയലേറ്റ് ചെയ്തത് മൂലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവർ പ്രസവരംഗം അപ്പാടെ ഫുൾ ചിത്രീകരിച്ചത് കൊണ്ടാകാം മണി മോണിറ്റൈസേഷനിൽ നിന്നും ഒഴിവാക്കിയത്. ഇപ്പോൾ അവർ വീണ്ടും എഡിറ്റ് ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ചതായി യൂട്യൂബിൽ കാണാവുന്നതാണ്. ദിയയ്ക്ക് അനുമോദനങ്ങളും ആശംസകളുമായി ലക്ഷക്കണക്കിന് ആളുകൾ എത്തുമ്പോഴും നിശിതമായി വിമർശിച്ചുകൊണ്ടും ചിലരൊക്കെ രംഗത്ത് വന്നു. അതിൽ വനിതാ യൂട്യൂബറായ ഒരു സ്ത്രീ പറയുന്നു, ദിയ കാണിച്ച പല കാര്യങ്ങളും ഫേക്ക് ആണെന്ന്. വേദന അറിയാതെ പ്രസവിക്കുവാൻ വേണ്ടി എടുക്കുന്ന എപ്പിഡ്യൂറൽ എന്ന ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേദന ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണെന്നാണ് അവരുടെ പക്ഷം. അപ്പോൾ അലറി വിളിച്ചതും വെപ്രാളം കാണിച്ചതുമൊക്കെ വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടിയുള്ള അഭിനയമാണെന്നാണ് അവർ പറയുന്നത്. പ്രസവ വേദന തുടങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുന്നതല്ലാതെ എനിമയെടുത്ത് വയറ് കാലിയാക്കിയിരിക്കുന്ന ഗർഭിണിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ കൊടുക്കാറില്ല. ഇവിടെ എപ്പോഴും ഫീഡിങ് ഫീഡിങ് എന്നവർ പറയുന്നു. ഇതൊരു തരം നയൻതാര ലെവലിലുള്ള പ്രസവമാണെന്നും അവർ കളിയാക്കുന്നു. ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്, വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് വേദന അധികം അറിയാതെ പ്രസവം നടന്നു എന്ന്. പ്രസവത്തിന് മുമ്പ് മേക്കപ്പ് ചെയ്തതിനെ കുറിച്ചും വിമർശനങ്ങൾ ഉയർന്നു വന്നു. അതൊരു പക്ഷേ പ്രസവം ഷൂട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പൊതുസമൂഹത്തിൽ ഭൂരിപക്ഷം സ്ത്രീകളും പുരുഷന്മാരും ദിയയ്ക്ക് പിന്തുണയുമായി അണിനിരക്കുകയാണ് ഉണ്ടായത്. എത്രത്തോളം വേദന സഹിച്ചാണ് ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുന്നതെന്ന സത്യത്തിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. അമ്മമാരെ അനാഥാലയങ്ങളിലും അമ്പലനടയിലും ഉപേക്ഷിക്കുന്നവർക്ക് ഇത് തിരിച്ചറിവിനുള്ള ഒരു അവസരം കൂടിയാകട്ടെ. വേദന സംഹാരി കുത്തിവെച്ചാണ് ദിയ പ്രസവിച്ചത്. അപ്പോഴും ഇത്രയും വേദനയും വെപ്രാളവും വിറയലുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു വേദന സംഹാരിയും ഉപയോഗിക്കാതെ ഞങ്ങളെയൊക്കെ പ്രസവിച്ച അമ്മമാർ എത്രത്തോളം പ്രസവ വേദന അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് ഓർത്തുപോവുകയാണ്. അന്നൊക്കെ പ്രസവ വേദന കൊണ്ട് മരണത്തെ മുഖാമുഖം കാണുന്ന അമ്മമാർ പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, സുഖപ്രസവമായിരുന്നു എന്ന്. അതാണ് അമ്മ. നമ്മുടെയൊക്കെ അമ്മമാരോട് നീതി പുലർത്താൻ കഴിഞ്ഞിരുന്നു എന്ന് ചിന്തിക്കാൻ ഒരവസരം കൂടി ദിയ നമുക്ക് തന്നിരിക്കുകയാണ്. കാലചക്രം ഇനിയും മുന്നോട്ടു പോകുമ്പോൾ മാറ്റങ്ങൾ ഇനിയും വന്നുകൂടായികയില്ല. പ്രസവത്തിനോടൊപ്പം കയ്യടിയും ആർപ്പുവിളിയും മാത്രമല്ല, കോമഡി ഷോയും ഡാൻസും പാട്ടും താളമേളാദികളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും സെലിബ്രിറ്റി കുടുംബത്തിൽ പിറവികൊണ്ട സെലിബ്രിറ്റിയായ ദിയയുടെ കുഞ്ഞിനും ദിയയ്ക്കും എല്ലാവിധ നന്മകളും നേരുന്നു. നിർത്തുന്നു. നന്ദി, നമസ്കാരം.